ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ 10ാം ക്ലാസ്സിലെ ബയോളജിയിലെ രണ്ടാമത്തെ ചാപ്റ്റർ അറിവിൻ്റെ വാതായനങ്ങൾ എന്ന് പറയുന്ന ഒരു SCRT ചാപ്റ്ററാണ് നോക്കുന്നത്. മത്സര പരീക്ഷകൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയ സയൻസ് വിഭാഗത്തിലെ ഒരു ചാപ്റ്ററാണിത്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അറിവിൻ്റെ വാതായനങ്ങൾ എന്ന് പറയുന്ന നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെക്കുറിച്ചിട്ടൊക്കെയാണ് ഈ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ജ്ഞാനേന്ദ്രിയങ്ങളിലെ ഗ്രാഹികളുടെ എണ്ണം ഓരോ ജീവികളിലും വ്യത്യസ്തമായിരിക്കും. മനുഷ്യൻ്റെ മൂക്കിലെ ഗന്ധഗ്രാഹി കോശങ്ങൾ നിരത്തി വയ്ക്കാൻ ഒരു പോസ്റ്റേജ് സ്റ്റാമ്പിൻ്റെ പ്രതലം മതിയാകുമെങ്കിൽ ഒരു നായുടെ ഗന്ധഗ്രാഹി കോശങ്ങൾ ക്രമിക്കുന്ന ഒരു തൂവാല തന്നെ വേണ്ടിവരും. ഗ്രാഹികളുടെ എണ്ണം ഇന്ദ്രിയങ്ങളുടെ ക്ഷമതയെ സ്വാധീനിക്കുന്നുണ്ടെന്നും മനസ്സിലാക്കിയില്ലേ. ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാൻ നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളിൽ വ്യത്യസ്ത തരം ഗ്രാഹികളുണ്ട്. അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങളെക്കുറിച്ചാണ് ഈ ഒരു ക്ലാസ്. അപ്പോൾ ആദ്യം നമ്മൾ കണ്ണിനെക്കുറിച്ചാണ്. അപ്പോൾ ഒരു എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ നമ്മൾ നോക്കുന്നത് കണ്ണ്. കണ്ണിൻ്റെ ഭാഗങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിന് 3 ലെയറുകളാണുള്ളത്. കണ്ണിന് 3 ലെയറുകൾ. ആ പുറത്ത് ദൃഢപടലം അല്ലെങ്കിൽ സ്ക്ലീറ, രക്തപടലം അല്ലെങ്കിൽ കോറോയിഡ്, ഉള്ളിലെ റെറ്റിന അല്ലെങ്കിൽ ദൃഷ്ടിപടലം. അപ്പോൾ ദൃഢപടലം, രക്തപടലം, റെറ്റിന അല്ലെങ്കിൽ അതിനെ പറയുക, അതിനെ ദൃഷ്ടിപടലം എന്ന് പറയും. ഓക്കെ, ദൃഢപടലം, രക്തപടലം ആൻഡ് ദൃഷ്ടിപടലം, ഇതാണ് 3 ലെയർ. അപ്പോൾ സ്ക്ലീറ, ദൃഢപടലം, സ്കോറോയിഡ്, രക്തപടലം, റെറ്റിന. ഓക്കെ, അപ്പോൾ നോക്ക്, ഈ ദൃഢപടലം എന്ന് പറയുന്നത് ഉണ്ടാക്കിയിരിക്കുന്നത് യോജക കലകളാണ്. ആ വെളുത്ത സംഗതി ഇതാണ് യോജക കലകൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു. ഈ ദൃഢപടലത്തിൻ്റെ മുൻപോട്ട് അങ്ങനെ തള്ളി നിൽക്കുന്ന ഭാഗമാണ് കോർണിയ. ഇതിലൂടെയാണ് പ്രകാശം കണ്ണിൻ്റെ ഉള്ളിലേക്ക് എത്തുന്നത്, അല്ലേ? ഓക്കെ, ഈ കോർണിയ ഒഴികെ ദൃഢപടലത്തിനെ കവർ ചെയ്തിരിക്കുന്ന ഒരു സംഗതിയാണ് കൺജങ്ക്റ്റൈവ എന്ന് പറയുന്ന സംഗതി. ഈ ചിത്രത്തിൽ നോക്കിയാൽ മനസ്സിലാവും. അതുപോലെ തന്നെ പിന്നെന്താ പറയുന്നത്, നോക്ക്, ഈ രണ്ടാമത്തെ മിഡിൽ ലെയറാണെന്ത്, രക്തപടലം. അവിടെ ഒരുപാട് രക്തപടലം എന്ന് പറയുന്ന സംഗതി അതിൻ്റെ ഇംഗ്ലീഷ് പദം കോറോയിഡ്. ഒരുപാട് കോറോയിഡിൻ്റെ പ്രത്യേകത കോറോയിഡ് ഒരുപാട് രക്തക്കുഴലുകൾ അവിടെ കാണുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ ഒരു ഭാഗമാണ് ഈ ഐറിസ് എന്ന് പറയുന്നത്. ഐറിസ് എന്ന് പറയുന്ന സംഗതി ഈ ഇതിൻ്റെ ഭാഗമാണ്. അത് മിഡിൽ ലെയറായിട്ടുള്ള രക്തപടലത്തിൻ്റെ ഭാഗമാണ്. ഒരുപാട് രക്തക്കുഴലുകൾ അവിടെ കാണപ്പെടുന്നത് ഐറിസ്. ഈ ഐറിസിലെ ഐറിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിൻ്റെ കൃഷ്ണാമഴയുടെ ചുറ്റുമുള്ള കറുത്ത കളർ. അപ്പോൾ അവിടെ ആ പിഗ്മെൻറ്റ് കൊടുക്കുന്നത് മെലാനിനാണ്. അപ്പോൾ ഐറിസിൽ കാണപ്പെടുന്ന ആ പിഗ്മെൻറ്റ് മെലാനിനാണ്. ഇനി പ്യൂപ്പിൾ എന്ന് പറയുന്നത് കൃഷ്ണമണി. അതിൻ്റെ ഉള്ളിലൂടെയാണ് പ്രകാശത്തിൻ്റെ തീവ്രത അനുസരിച്ച് പ്രകാശം ഉള്ളിലേക്ക് എത്തുന്നത്. ഓർത്തിരിക്കുക. ലെൻസ് എന്ന് പറയുന്നത് കോൺവെക്സ് ലെൻസാണ് നമ്മുടെ കണ്ണിലുള്ളത്. കോൺവെക്സ് ലെൻസാണ് ഓർത്തിരിക്കുക. ഇനി ഇന്നർ ലെയറാണ് റെറ്റിന അല്ലെങ്കിൽ ദൃഷ്ടിപടലം. അതിൽ നമുക്ക് പീതബിന്ദു എന്ന് പറയുന്ന ഒരു പോർഷൻ കാണാം, അന്ധബിന്ദു എന്ന് പറയുന്ന പോർഷൻ കാണാം. അന്ധബിന്ദു എന്ന് പറഞ്ഞാൽ ബ്ലൈൻഡ് സ്പോട്ട്. അവിടെ നിന്നാണ് നമ്മുടെ നേത്രനാഡി അങ്ങയുടെ സെറിബ്രത്തിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെ പീതബിന്ദു എന്ന് പറയുന്നത് അവിടെയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഈ ഒരു ഇമേജ് കാണാൻ സാധിക്കുക. ഓക്കെ, ഇനി ഇവിടെ 2 അറകൾ നമുക്ക് കാണാൻ നോക്കുക. ഈ കോർണിയയുടെയും ലെൻസിൻ്റെയും ഇടയിൽ കാണുന്നതാണ് അക്വസ് അറ എന്നറിയപ്പെടുന്ന അക്വസ് അറ. ഇനി ഈ ഒരു ലെൻസിൻ്റെയും അതുപോലെ തന്നെ റെറ്റിനിൻ്റെ ഇടയിൽ കാണപ്പെടുന്നത് ഈ ഒരു പോർഷനാണ് വിട്രിയസ് അറ എന്ന് പറയുന്നത്. ഓക്കെ, അക്വസ് അറയിൽ വെള്ളം പോലെയുള്ള ഒരു ദ്രാവകമുണ്ട്. ഓക്കെ, അത് രക്തത്തിൽ നിന്ന് വരികയും രക്തത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യുന്നതാണ്. അതാണ് നമ്മുടെ കണ്ണിന് പോഷകങ്ങളും അതിന് ഓക്സിജനൊക്കെ കൊടുക്കുന്നത് ഈ അക്വസ് ദ്രവമാണ്. ഓക്കെ, ഇതിൻ്റെ ഒരു പുനരാഗിരണം നടക്കാതെ വരുമ്പോഴാണ് നമുക്ക് ഗ്ലൂക്കോമ എന്ന് പറയുന്ന ഒരു പ്രഷറൊക്കെ ഉണ്ടാകുന്ന കണ്ണിൽ. ഓക്കെ, അവിടെ ഈ അക്വസ് അറയിലാണ് ഉണ്ടാകുന്നത്. അക്വസ് അറയിലുള്ള ആ ഒരു ജലം പോലെയുള്ള ആ ഒരു ദ്രാവകം ഒക്കെ രക്തത്തിൽ നിന്ന് വരികയും രക്തത്തിൽ നിന്ന് തിരിച്ചു പോവുകയും ചെയ്യുന്നു. അതാണ് പോഷകവും ഓക്സിജനൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പുനരാഗിരണം നടക്കാതെ വരുന്ന സമയത്താണ് ഗ്ലൂക്കോമ ഉണ്ടാകുന്നത്, മർദ്ദം കൂടുന്നത്. ഓക്കെ, ഇനി വിട്രസ് അറ എന്ന് പറയുന്നത് കണ്ണിന് ആ പ്രോപ്പർ ഷേപ്പ് കൊടുക്കുന്നതാണത് ഈ വിട്രസ് അറ എന്ന് പറയുന്നത്. അതിൽ ജെല്ലി പോലെയുള്ളൊരു ദ്രാവകമുണ്ട്. ഇതാണ് കണ്ണിനൊരു ഷേപ്പ് കൊടുക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ചിത്രം നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഈ ഏറ്റവും കൂടുതൽ ഗ്രാഹി കോശങ്ങളുണ്ട്. റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും ഒക്കെ. ഏറ്റവും കൂടുതൽ റോഡ് കോശങ്ങളാണ് കോൺ കോശങ്ങളെക്കാളുള്ളത്. റോഡ് കോശങ്ങൾ മങ്ങിയ വെളിച്ചത്തിൽ കാണാൻ സഹായിക്കുന്നു. അതിന് കോൺ കോശങ്ങൾ ഈ വർണ്ണ പച്ച, നീല, അതിന് ചോപ്പ്, ഈ വർണ്ണങ്ങളൊക്കെ കാണാൻ സഹായിക്കുന്ന ഇതാണ് ഈ കോൺ കോശങ്ങളാണ്. ഓക്കെ, അതിൽ റുഡോപ്സിൻ, ഐഡോപ്സിൻ എന്ന് പറയുന്ന റുഡോപ്സിൻ അല്ലെങ്കിൽ ഫോട്ടോപ്സിൻ എന്ന് പറയുന്ന വർണ്ണ വസ്തുക്കളുണ്ട്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഈ കണ്ണിൻ്റെ ഒരു ഓവറോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഓർത്തിരിക്കുക. അപ്പോൾ ആദ്യത്തെ
ഒരു ഭാഗം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നോക്ക് ഒന്നുകൂടി ഓടിച്ച് പറയാം. കണ്ണിലെ പാളികൾ ദൃഢപടലം സ്ക്ലീറ, രക്തപടലം കോറോയിഡ്, ദൃഷ്ടിപടലം റെറ്റിന എന്നറിയപ്പെടുന്നു. അപ്പോൾ 3 പാളികൾ ദൃഢപടലം സ്ക്ലീറ, രക്തപടലം കോറോയിഡ്, ദൃഷ്ടിപടലം റെറ്റിന. ഇനി ഈ ദൃഢപടലത്തിൽ ആരൊക്കെ വരുന്നുണ്ടെന്ന് നോക്കാം. എന്തൊക്കെയാണ് ദൃഢപടലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോർണിയാണ് അതിൻ്റെ ഒരു ഭാഗം. ഓക്കെ, കണ്ണിന് ദൃഢത നൽകുന്ന വെളുത്ത നിറമുള്ള ബാഹ്യപാളി യോജക കലകളാൽ നിർമ്മിതം. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ദൃഢപടലം എന്ന് പറഞ്ഞാൽ ഔട്ടർ ലെയർ യോജക കലകളാൽ നിർമ്മിതമാണ്. അതിൻ്റെ ഭാഗങ്ങളാണ് കോർണിയ. ദൃഢപടലത്തിൻ്റെ മുൻഭാഗത്തുള്ള സുതാര്യവും മുന്നോട്ട് തള്ളിയതുമായ ഭാഗമാണ് ഏത് കോർണിയ എന്ന് പറയുന്നത്. പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഈ കോർണിയ വഴിയാണ്. ഇനി അതിൻ്റെ ഒരു ഭാഗമാണ് കഞ്ചൻറ്റൈവ. ദൃഢപടലത്തിൻ്റെ മുൻഭാഗത്ത് കോർണിയ ഒഴികെയുള്ള ഭാഗത്തെ കവർ ചെയ്യുന്നതാണെന്ത് ഈ കഞ്ചൻറ്റൈവ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ പോർഷൻ കഴിഞ്ഞു, ആദ്യത്തെ ലെയർ കഴിഞ്ഞു. ഓക്കെ, ഈ രണ്ടാമത്തെ ലെയർ എന്താണ്? രക്തപടലം. രക്തപടലം എന്ന് പറയുന്നത് ഈ കോറോയിഡ് എന്ന് പറയുന്നത് കോറോയിഡ് അതിൽ ഒരുപാട് കാര്യങ്ങൾ എന്തൊക്കെയാണ്? ധാരാളം രക്തക്കുഴലുകൾ കാണപ്പെടുന്ന മധ്യപാളിയാണ് ഏത് ഈ രക്തപടലം അല്ലെങ്കിൽ കോറോയിഡ്. ഐറിസ് കോർണിയയുടെ പിൻഭാഗത്തായി കാണുന്ന രക്തപടലത്തിൻ്റെ ഭാഗമാണ് മെലാനിൻ എന്ന് പറഞ്ഞ വസ്തു. നമ്മുടെ ഈ കൃഷ്ണമണിക്ക് ചുറ്റുമുള്ള ആ കറുത്ത കളറ്. ഓക്കെ, കൃഷ്ണമണി എന്ന് പറഞ്ഞാൽ പ്യൂപ്പിൾ. അപ്പോൾ മെലാനിൻ എന്ന് പറഞ്ഞ വസ്തുവിൻ്റെ സാന്നിധ്യം കൊണ്ട് ഇരുണ്ട നിറം ആയിട്ട് കാണപ്പെടുന്നു ഏത് ഈ ഐറിസ് എന്ന് പറയുന്ന സംഗതി. ഓക്കെ, പ്യൂപ്പിൾ. ഐറിസിൻ്റെ മധ്യഭാഗത്തുള്ള സുഷിരമാണ് പ്രകാശ തീവ്രതയ്ക്കനുസരിച്ച് ഇത് വലിപ്പം ക്രമീകരിക്കുന്നു. അതാണ് പ്യൂപ്പിൾ അല്ലെങ്കിൽ കൃഷ്ണമണി. ലെൻസ് എന്ന് പറയുന്ന സംഗതി സുതാര്യവും ഇലാസ്തികതയുമുള്ള കോൺവെക്സ് ലെൻസാണ് കണ്ണിലുള്ളത്. ഓക്കെ, ഇത് എന്താണ്? ഇത് സ്നായുക്കൾ എന്ന ചരടുകൾ വഴി സീലിയറി പേശികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അവിടെ സീലിയറി പേശി ഉണ്ട്. നോക്ക്, അതാണ് സീലിയറി പേശി. ഇവിടെ ഒരുപാട് സീലിയറി പേശി, ഇവിടെ ഒരുപാട് സീലിയറി പേശിയുണ്ട്. സ്നായുക്കളുമായിട്ട് ഈ സീലിയറി പേശിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഏത് ഈ ലെൻസ്, കോൺവെക്സ് ലെൻസ്. ഇനി എന്താണ് സീലിയറി പേശി എന്ന് പറഞ്ഞാൽ? ലെൻസിൻ്റെ ചുറ്റുമുള്ള വൃത്താകൃതിയിലുള്ള പേശികൾ. ലെൻസിന് ചുറ്റുമുള്ള ഈ വൃത്താകൃതിയിലുള്ള പേശികൾ ഇവയുടെ സങ്കോചവും വിശ്രമാവസ്ഥ പ്രബലം ലെൻസിൻ്റെ വക്രത ക്രമീകരിക്കുന്ന ഫോക്കൽ ലെങ്ത് ക്രമീകരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി എന്താ പറയാനുള്ളത്? അടുത്താണ് ഓക്കെ ദൃഷ്ടിപടലം അല്ലെങ്കിൽ റെറ്റിന എന്ന് പറഞ്ഞ സംഗതി. പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തരപാളിയാണിത്. പീതബിന്ദു യെല്ലോ സ്പോട്ട് എന്ന് പറഞ്ഞ സംഗതി. റെറ്റിനയിലെ ഗ്രാഹി കോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഇവിടെയാണ്. പ്രതിബിംബത്തിന് ഏറ്റവും തെളിമയുള്ള ഭാഗം എവിടെ? ഈ യെല്ലോ സ്പോട്ടിലാണ് ഏറ്റവും കൂടുതൽ ഈ പ്രതിബിംബത്തിന് തെളിച്ചുള്ളത്. ഇവിടെയാണ് പ്രകാശഗ്രാഹി കോശങ്ങൾ ഏറ്റവും കൂടുതലുള്ളത്. ഏതൊക്കെ പ്രകാശഗ്രാഹി കോശങ്ങൾ? റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും ഓർത്തിരിക്കുക. ഓക്കെ, ഇനി എന്താ പറയാനുള്ളത്? അന്ധബിന്ദു റെറ്റിനയിൽ നിന്നും നേത്രനാടി ആരംഭിക്കുന്ന സ്ഥലമാണ് അന്ധബിന്ദു. ഇവിടെ പ്രകാശഗ്രാഹി കോശങ്ങൾ ഇല്ല. എവിടെ? അപ്പോൾ ഇതൊക്കെ ഇന്നർ ലെയറിലാണ് കാണപ്പെടുന്നത്, അല്ലെങ്കിൽ ദൃഷ്ടിപടലത്തിലാണ്. ദൃഷ്ടിപടലം എന്ന് പറഞ്ഞാൽ റെറ്റിന ഓർത്തിരിക്കുക. ഇനി നേത്രനാടി പ്രകാശഗ്രാഹി കോശങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങൾ മസ്തിഷ്കത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് എവിടെ? ഈ ഒരു നേത്രനാടി എന്ന് പറയുന്ന സംഗതി ഓർത്തിരിക്കുക. ഇതാണ് കണ്ണിൻ്റെ ധർമ്മങ്ങളും ഭാഗങ്ങളും ഒക്കെ പറയുന്നത്. ഓർത്തിരിക്കുക, മനസ്സിലായിരിക്കും. ഒന്നും കൂടി കേൾക്കുക. ഓക്കെ, ഇനി നോക്ക്, ഇനി 2 അറകളുണ്ട് പറഞ്ഞു. അതാണ് ഓക്കെ അക്വസ് അറ അല്ലെങ്കിൽ വിട്രിയസ് അറ. ആ അക്വസ് അറയിലുള്ള ദ്രവമാണ് അക്വസ് ദ്രവം. വിട്രിയസ് അറയിലുള്ള ദ്രവമാണ് വിട്രിയസ് ദ്രവം, അല്ലെങ്കിൽ അക്വസ് ഹ്യൂമർ അല്ലെങ്കിൽ വിട്രിയസ് ഹ്യൂമറൊക്കെ. ഇനി കോർണിയ, ആ കോർണിയയും ലെൻസിനും ഇടയിൽ കാണപ്പെടുന്ന അറയാണ് അക്വസറ. ഇതിൽ നിറഞ്ഞിരിക്കുന്ന ജലം പോലെയുള്ള ദ്രവമാണ്. ഇത് രക്തത്തിൽ നിന്ന് രൂപം കൊണ്ട് രക്തത്തിലേക്ക് തന്നെ പുനരാഗിരണം ചെയ്യുന്നു. കണ്ണിലെ കലകൾക്ക് ഓക്സിജൻ പോഷൻ നൽകുന്നു. ഇതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ഇതിൽ ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ കോർണിയയ്ക്കും ലെൻസിനും ഇടയിൽ അക്വസ് അറയിൽ അറിഞ്ഞിരിക്കുന്ന ജലം പോലുള്ള ദ്രവം ഇത് രക്തത്തിൽ നിന്ന് രൂപം കൊണ്ട് രക്തത്തിലേക്ക് തന്നെ പുനരാഗിരണം ചെയ്യുന്നു. കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും നൽകുന്നു. അപ്പോൾ ജലം പോലുള്ള ഒരു ദ്രവമാണ്. രക്തത്തിൽ നിന്ന് തന്നെ രൂപം കൊണ്ട് രക്തത്തിലേക്ക് പുനരാഗിരണം ചെയ്യുന്നു, ഓക്സിജൻ പോഷണം നൽകുന്നു. ഓർത്തിരിക്കുക. ഇനി വിട്രിയസ് ദ്രവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലുള്ള വിട്രിയസ് അറയിൽ നിന്നുള്ള ജെല്ലി പോലെയുള്ള ദ്രവമാണ്. കണ്ണിൻ്റെ ആകൃതി നിലനിർത്താൻ സഹായിക്കുന്നു. ജെല്ലി പോലുള്ള ദ്രവമാണ് കണ്ണിൻ്റെ ആകൃതി നിലനിർത്താൻ സഹായിക്കുന്നു. കണ്ണിലെ പാളികളുടെ ധർമ്മവും ലെൻസിൻ്റെ കോർണിയയുടെയും സ്ഥാനവും സവിശേഷതയും ഇതൊക്കെ നമ്മൾ നോക്കി. ഇനി കണ്ണിലെ പ്രകാശ ക്രമീകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? മങ്ങിയ വെളിച്ചം വരുമ്പോൾ എന്താ സംഭവിക്കുക? മങ്ങിയ വെളിച്ചം വരുമ്പോൾ നമ്മുടെ പ്യൂപ്പിൾ അങ്ങോട്ട് വികസിക്കും. കാര്യം അവിടെ എന്താണ്? റേഡിയൽ കോശങ്ങളൊക്കെ റേഡിയൽ പേശികൾ എന്താണ്? സങ്കോചിക്കുന്നു. അപ്പോൾ റേഡിയൽ പേശികൾ സങ്കോചിക്കുന്നു, പ്യൂപ്പിൾ വികസിക്കുന്നു. മങ്ങിയ പ്രകാശത്തിൽ പ്യൂപ്പിളിന് ഉണ്ടാകുന്ന മാറ്റം അത് വികസിക്കുക ചെയ്യുക. പ്യൂപ്പിളിന് ഉണ്ടാകുന്ന മാറ്റം എന്താണ്? അത് വികസിക്കുക ചെയ്യുക. ഇനി തീവ്രപോഷം വരുമ്പോൾ പ്യൂപ്പിൾ സങ്കോചിക്കുന്നു. കാര്യം വലയ പേശികൾ സങ്കോചിക്കുന്നു. പ്യൂപ്പിൾ ഉണ്ടാകുന്ന മാറ്റം അത് ഇടങ്ങുന്നു. അപ്പോൾ ഐറിസിലെ വലയ പേശിയുടെയും ഐറിസിലാണ് നമുക്ക് മെലാനുള്ളതെന്ന് മനസ്സിലായി. ഐറിസിലെ നടുക്കുഭാഗമാണത് ഈ കൃഷ്ണമണി അല്ലെങ്കിൽ പ്യൂപ്പിൾ. അപ്പോൾ പ്യൂപ്പിളിൻ്റെ മാറ്റമാണ് വരുന്നത്. ഓക്കെ, ഐറിസിലെ വലയ പേശിയുടെയും റേഡിയൽ പേശിയുടെയും. അപ്പോൾ ഐറിസിൽ 2 പേശികളുണ്ട്. ഏതൊക്കെ? വലയ പേശിയുണ്ട്, റേഡിയൽ പേശിയുണ്ട്. അപ്പോൾ ഐറിസിലെ വലയ പേശിയുടെയും റേഡിയൽ പേശിയുടെയും പ്രവർത്തനം മൂലമാണ് പ്യൂപ്പിളിൻ്റെ വലിപ്പം ക്രമീകരിക്കുന്നത്. കൃഷ്ണമണിയുടെ വലിപ്പം ക്രമീകരിക്കുന്നത് ഈ വലയ പേശിയുടെയും റേഡിയൽ പേശിയുടെയാണ് സഹായത്തോടെയാണ്. അപ്പോൾ മങ്ങിയ വെളിച്ചത്തിൽ എന്താണ്? ഈ റേഡിയൽ പേശി സങ്കോചിക്കുന്നു. അപ്പോൾ മങ്ങിയ പ്രകാശത്തിൽ റേഡിയൽ പേശികൾ സങ്കോചിക്കുന്നു, പ്യൂപ്പിൾ വികസിക്കുക ചെയ്യേണ്ടത്. പ്യൂപ്പിൾ കൊണ്ട് വികസിച്ചു. ഇനി തീവ്രപ്രകാശത്തിൽ എന്താ സംഭവിക്കുക? തീവ്രപ്രകാശത്തിൽ റേഡിയൽ പേശി സങ്കോചിക്കുന്നു. അപ്പോൾ പ്യൂപ്പിൾ എന്താ ചെയ്യുക? പ്യൂപ്പിൾ സങ്കോചിക്കുന്നു. പ്യൂപ്പിൾ എന്താ ചെയ്യുക? അപ്പോൾ പ്യൂപ്പിൾ ചുരുങ്ങുന്നു. അങ്ങനെ പ്രകാശ തീവ്രതയ്ക്കനുസരിച്ച് ലെൻസിലേക്കുള്ള പ്രകാശത്തിൻ്റെ തീവ്രത നിയന്ത്രിക്കപ്പെടുന്നു. ഈ വലയ പേശികളും റേഡിയൽ പേശികളും കാരണമാണ് അത് സംഭവിക്കുന്നത്. ഓർത്തിരിക്കുക. ഇനി പ്രതിബിംബം രൂപപ്പെടുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. ഇങ്ങനെ ഒരു പ്രതിബിംബം കണ്ടു. നമുക്ക് റെറ്റിനയിൽ അങ്ങനെ തലകീഴായിട്ടാണ് ഇമേജ് വരുന്നത്. അപ്പോൾ നമുക്ക്
അടുത്തുള്ള വസ്തുവിനെയും അകലെയുള്ള വസ്തുവിനെയും വ്യക്തമായി കാണാനും വസ്തുക്കളുടെ അകലത്തെക്കുറിച്ചും കണ്ണിലെ ലെൻസിൻ്റെ ഫോക്കൽ ദൂരം ക്രമീകരിക്കാൻ കഴിയുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അകലെയുള്ള വസ്തു അടുത്തുള്ള വസ്തു വരുന്ന സമയത്ത് എന്താ മാറ്റം ഉണ്ടാവുക? അടുത്തുള്ള വസ്തു വരുമ്പോൾ അടുത്തുള്ള വസ്തു കാണുമ്പോൾ എന്താണ്? സീലിയറി പേശികൾ സങ്കോചിക്കുന്നു. അടുത്തുള്ള വസ്തുവിനെ കാണുമ്പോൾ ഒക്കെ നോക്കുമ്പോൾ സീലിയറി പേശികൾ സങ്കോചിക്കുന്നു. അപ്പോൾ സ്നായുക്കൾ എന്താ സംഭവിക്കുക? സ്നായുക്കൾ അയയുന്നു. അപ്പോൾ ലെൻസിൻ്റെ വക്രത സംഭവിക്കുക? ലെൻസിൻ്റെ വക്രത കൂടുന്നു. ഫോക്കൽ ദൂരം എന്താ സംഭവിക്കുന്നത്? ഫോക്കൽ ദൂരം കുറയുന്നു. അപ്പോൾ ഇത് മാത്രം പഠിച്ചു വയ്ക്കുക. ബാക്കി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്തുള്ള വസ്തുവിനെ കാണുമ്പോൾ എന്താ സംഭവിക്കുക? അടുത്തുള്ള വസ്തുവിനെ കാണുമ്പോൾ സിലിയറി പേശികൾ സങ്കോചിക്കുന്നു, സ്നായുക്കൾ അയയുന്നു, ലെൻസിൻ്റെ വക്രത കൂടുന്നു. ഓക്കെ, ഫോക്കൽ ദൂരം എന്താണ് ചെയ്യുക? കുറയുന്നു. ഓർത്തിരിക്കുക. ഇങ്ങനെയാണ് അടുത്തും അകലെയുള്ള വസ്തുക്കളെ കാണുമ്പോൾ കണ്ണിനുണ്ടാവുക മാറ്റം. മറ്റേത് നേരെ തിരിച്ച് ദൂരെയുള്ള വരുന്ന സമയത്ത് നേരെ മാറ്റം നോക്കുക. ഓക്കെ, ഇനി എന്താ? കണ്ണിൽ നിന്ന് വസ്തുക്കളിലേക്ക് അകലത്തിനനുസരിച്ച് ലെൻസിൻ്റെ വക്രതയിൽ മാറ്റം വരുത്തി ഫോക്കൽ ദൂരം ക്രമീകരിച്ച് പ്രതിബിംബത്തെ റെറ്റിനയിൽ രൂപപ്പെടുത്തുന്ന ആ ഒരു പ്രോസസ്സാണ് എന്താ? പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറഞ്ഞ സംഗതി. ഓക്കെ, അല്ലെങ്കിൽ കണ്ണിൻ്റെ സമഞ്ജനക്ഷമത. ഓക്കെ, കണ്ണിൻ്റെ കഴിവിനെ സമഞ്ജനക്ഷമത എന്നറിയപ്പെടുന്നു. കണ്ണിൽ നിന്നും വസ്തുക്കളിലേക്ക് അകലത്തിനനുസരിച്ച് ലെൻസിൻ്റെ വക്രത മാറ്റം വരുത്തി ഫോക്കൽ ദൂരം ക്രമീകരിച്ച് പ്രതിബിംബത്തെ റെറ്റിനയിലെ രൂപപ്പെടുത്താനുള്ള കണ്ണിൻ്റെ കഴിവിനെയാണ് സമഞ്ജനക്ഷമത അല്ലെങ്കിൽ പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക. ഈ റെറ്റിന എന്ന് പറഞ്ഞാൽ ഇന്നർ ലെയറാണ്. ഓക്കെ, കണ്ണിൻ്റെ റെറ്റിന അല്ലെങ്കിൽ ദൃഷ്ടിപടലം. ഓക്കെ, അതിൽ ഒരുപാട് പ്രകാശഗ്രാഹി കോശങ്ങളുണ്ട്, ഒരുപാട് റിസപ്റ്റേഴ്സ് ഉണ്ട്. അല്ലെങ്കിൽ പ്രകാശഗ്രാഹി കോശങ്ങളുണ്ട്. അതാണ് റോഡ് കോശങ്ങൾ, കോൺ കോശങ്ങൾ. അപ്പോൾ റെറ്റിനയിൽ പ്രകാശഗ്രാഹി കോശങ്ങളുണ്ട്, നമുക്ക് മനസ്സിലായി. ഏതൊക്കെയാണ്? റോഡ് കോശങ്ങളും അതിന് കോൺ കോശങ്ങളും. റോഡ് കോശങ്ങളെ മങ്ങിയ വെളിച്ചത്തിൽ കാണാൻ സഹായിക്കുന്നു. കോൺ കോശങ്ങളെ തീവ്രമായ പ്രകാശത്തിൽ കാണാൻ സഹായിക്കുന്നു. ഓക്കെ, അപ്പോൾ പ്രകാശഗ്രാഹി കോശങ്ങൾ റെറ്റിനയിലുണ്ട്. റോഡ് കോശങ്ങൾ, കോൺ കോശങ്ങൾ. ഓക്കെ, അപ്പോൾ റോഡ് കോശങ്ങളാണ് കോൺ കോശങ്ങളെക്കാൾ എണ്ണത്തിൽ കൂടുതൽ. അപ്പോൾ ഇതാണ് പ്രകാശഗ്രാഹി കോശം. റോഡ് കോശങ്ങൾ കോൺ കോശത്തേക്കാൾ എണ്ണത്തിൽ കൂടുതലാണ്. ഓക്കെ, ഓർത്തിരിക്കുക. ഇനി എന്താ പറയുന്നത്? റോഡ് കോശങ്ങളിൽ റുഡോപ്സിൻ എന്ന കാഴ്ചാവരണം അല്ലെങ്കിൽ വിഷ്വൽ പിഗ്മെൻ്റ് ഉണ്ട്. ഇത് ഓപ്സിൻ എന്ന ഒരു പ്രോട്ടീനും അതുപോലെ തന്നെ വിറ്റാമിൻ എയിൽ നിന്നുണ്ടാകുന്ന റെറ്റിനാൽ എന്ന പദാർത്ഥം കൊണ്ടുണ്ടാകുന്നു. മങ്ങിയ പ്രകാശത്തിൽ പോലും ഉദ്ദീപിക്കപ്പെടുന്നതിനാൽ വസ്തുക്കളെ മങ്ങിയ വെളിച്ചത്തിൽ കാണാൻ സഹായിക്കുന്ന ആരാണ്? ഈ റുഡോപ്സിനാണ്. ഓക്കെ, അല്ലെങ്കിൽ റോഡ് കോശങ്ങളാണ്. അതിലുള്ള ഒരു വിഷ്വൽ പിഗ്മെൻ്റ് ആണ് ഏത്? റുഡോപ്സിൻ. മങ്ങിയ റോഡ് കോശത്തിലുള്ള ഒരു വിഷ്വൽ പിഗ്മെൻ്റാണ് റുഡോപ്സിൻ. ആ റുഡോപ്സിൻ എന്തൊക്കെ ഉണ്ടായില്ലേ? അതിൽ ഓപ്സിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ഉണ്ട്. ഓക്കെ, റെറ്റിനയിൽ നിന്നുണ്ടാകുന്ന അല്ലെങ്കിൽ വിറ്റാമിൻ ഇയിൽ നിന്നുണ്ടാകുന്ന റെറ്റിനാലുമുണ്ട്. ഓർത്തിരിക്കുക. ഓക്കെ, ഇനി കോൺ കോശങ്ങൾ അടങ്ങിയിരിക്കുന്ന ഫോട്ടോപ്സിൻ അല്ലെങ്കിൽ അഡോപ്സിൻ എന്ന് പറയപ്പെടുന്നു. ഇത് ഓപ്സിനും അതിന് റെറ്റിന, അതിലും ഓപ്സിനും റെറ്റിനാൽ തന്നെയുള്ളത്. ഓക്കെ, പ്രകാശത്തിലെ ചുവപ്പ്, പച്ച, നീല എന്നീ വർണ്ണങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന 3 തരം കോൺ കോശങ്ങളുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് ഇതിൽ ചോദ്യം വന്നിട്ടുണ്ട്. പ്രകാശത്തിലെ ചുവപ്പ്, പച്ച, നീല എന്നീ വർണ്ണങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന 3 തരം കോൺ കോശങ്ങൾ നമ്മുടെ കണ്ണിലുണ്ട്. ഓപ്സിൻ എന്ന് പറയുന്ന സംഗതി എന്താണ്? ഓപ്സിൻ എന്ന് പറയുന്ന സംഗതി ഒരു പ്രോട്ടീനാണ്. അപ്പോൾ പ്രോട്ടീൻ്റെ ഘടകങ്ങളൊക്കെ എന്തൊക്കെയാണ്? അമിനോ ആസിഡുകൾ ചേർന്നിട്ടാണ് പ്രോട്ടീൻ ആവുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്സിൻ തന്മാത്രയിലെ അമിനോ ആസിഡ്, കാര്യം പ്രോട്ടീനാണ് അതിൻ്റെ ഒരു ബേസിക് ഘടകം എന്ന് പറഞ്ഞാൽ ഓപ്സിൻ തന്മാത്രയിൽ അമിനോ ആസിഡുകൾ വ്യത്യസ്തമായിരിക്കും. ഈ വൈവിധ്യത്തിന് കാരണം അപ്പോൾ 3 തരത്തിലുള്ള കോൺ കോശങ്ങളുണ്ട്. പച്ച, ചുവപ്പ്, നീല എന്നീ വർണ്ണങ്ങളെ കാണാനാണ് സഹായിക്കുന്നത്. അപ്പോൾ ഓപ്സിൻ തന്മാത്രയിൽ അമിനോ ആസിഡിൻ്റെ വ്യത്യാസമാണ് ഇങ്ങനെ 3 തരം കോൺ കോശങ്ങൾ കാണാൻ സഹായിക്കുന്നത്. ഓർത്തിരിക്കുക. അപ്പോൾ ഒന്നുകൂടി വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും റോഡ് കോശവും കോൺ കോശവും. ഇനി എന്താ പറയുക? കാഴ്ചയുടെ രസതന്ത്രത്തിൽ എത്രയേ ഉള്ളൂ ഒന്നുമില്ല. റോഡോപ്സിനിലും എന്തുണ്ട്? റെറ്റിനാലും ഓപ്സിനുണ്ട്. ഓപ്സിൻ സംഗതി ഒരു പ്രോട്ടീനാണ്. അമിനോ ആസിഡിൻ്റെ ഒരു അമിനോ ആസിഡുകളുടെ ഒരു വ്യത്യാസമാണ് ഈ ഓപ്സിൻ അല്ലെങ്കിൽ പ്രോട്ടീൻ എന്ന് പറയുന്ന സംഗതി. അതുപോലെ റെറ്റിനാൽ സംഗതി അതാണ് വിറ്റാമിൻ ഇയിൽ നിന്നുണ്ടാകുന്നത്. ഫോട്ടോപ്സിനിലും അത് തന്നെ ഉണ്ടാകുന്നത്. ഫോട്ടോപ്സിൻ എന്ന് പറയുന്ന സംഗതി അല്ലെങ്കിൽ അയഡോപ്സിൻ എന്ന സംഗതി 3 തരം കോൺ കോശങ്ങളുണ്ട്. പച്ച, നീല, ചുവപ്പ്. ഇത് കാണാൻ വേണ്ടിയിട്ട് ഓർത്തിരിക്കുക. ഇനി പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ഗ്രാഹി കോശങ്ങൾ വർണ്ണങ്ങൾ വിഘടിക്കുന്നു. ഈ രാസമാറ്റം ആവേഗങ്ങൾ രൂപപ്പെടുന്നു കാരണമാകുന്നു. ആവേഗങ്ങൾ നേത്രനാഡിയിലൂടെ എവിടേക്കാണ് പോവുക? സെറിബ്രം. സെറിബ്രം. ഓക്കെ, നേത്രനാഡിയുടെ കാണുന്നത് അത് അന്ധബിന്ദു അല്ലെങ്കിൽ ബ്ലൈൻഡ് സ്പോട്ടിലാണ്. കാര്യം അവിടെ പ്രകാശഗ്രാഹി കോശങ്ങളൊന്നുമില്ല. അപ്പോൾ അവിടുന്ന് തുടങ്ങി നേരെ സെറിബ്രത്തിലെത്തുമ്പോൾ കാഴ്ച സാധ്യമാകുന്നു. ഓക്കെ, ഇനി എന്താ പറയുന്നത്? ഇനി ദ്വിനേത്രദർശനം പറഞ്ഞാൽ നമ്മുടെ രണ്ട് കണ്ണുകളും ഒരേ വസ്തുവിൽ നിന്ന് 2 പ്രതിബിംബങ്ങൾ രൂപം കൊള്ളുന്നുണ്ടല്ലോ എങ്കിലും നമുക്ക് ആ ഒരു വസ്തു ഒറ്റ രൂപമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇടത് കൈ മുന്നോട്ട് വയ്ക്കുക, വലത് കണ്ണടച്ച് പിടിച്ചുകൊണ്ട് ഇടത് കൈ ചൂണ്ടുവിരലിനെ നോക്കുക. തലയുടെ ദിശ മാറാതെ ഇടത് കണ്ണ് അടച്ചുകൊണ്ട് അതേ വിരലിനെ തന്നെ നോക്കൂ. ആ വിരലിൻ്റെ സ്ഥാനത്തിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബൈനോക്കുലർ വിഷൻ വേണം. അപ്പോൾ മാത്രമേ കൃത്യമായിട്ട് അതിൻ്റെ ഒരു പൊസിഷനും സ്ഥാനമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. അപ്പോൾ ഒരു വസ്തുവിൻ്റെ 2 ദിശയിൽ നിന്നുള്ള പ്രതിബിംബങ്ങളാണ് നമ്മുടെ 2 കണ്ണും ഓരോ കണ്ണിലും പതിക്കുന്നത്. ഈ 2 ദൃശ്യങ്ങളും മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തന ഫലമായി സംയോജിക്കുമ്പോഴാണ് നമുക്ക് ദ്വിനേത്ര ദർശനം അല്ലെങ്കിൽ ബൈനോക്കുലർ വിഷൻ ഉണ്ടാകുന്നത്. ഓർത്തിരിക്കുക. ഈ നേത്രവൈകല്യങ്ങളും രോഗങ്ങൾ ഏതൊക്കെയാണ്? ആദ്യം നിശാന്തത നമുക്ക് നോക്കാം. എന്താ ഈ നിശാന്തത എന്ന് പറഞ്ഞാൽ കാഴ്ച വർണ്ണകങ്ങളിലെ ഘടകമായ റെറ്റിനാൽ
വിറ്റാമിൻ ഇയിൽ നിന്നാണ് രൂപം കൊള്ളുന്നത് നമുക്കറിയാം. വിറ്റാമിനിൽ നിന്നാണ് ഇതുണ്ടാകുന്നത്. ഈ വിറ്റാമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ, വിറ്റാമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ എന്താ സംഭവിക്കുക? റെറ്റിനാൽ. ഈ റെറ്റിനാൽ എന്ന് പറയുന്നത് റുഡോപ്സിൻ, റെറ്റിനാൽ പ്ലസ് ഓപ്സിനാണ്. അപ്പോൾ റെറ്റിനാൽ ഉണ്ടാവുന്നെങ്കിൽ എന്ത് വേണം? വിറ്റാമിൻ എ ആണ്. വിറ്റാമിൻ എ കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? റുഡോപ്സിൻ്റെ അല്ലെങ്കിൽ അളവ് കുറയുകയും റുഡോപ്സിൻ്റെ പുനർനിർമ്മാണം തടസ്സപ്പെടുകയും ചെയ്യുന്നു. ഈ അവസ്ഥയിൽ മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച കാണാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ ഈ രോഗത്തെ നിശാന്തത എന്ന് പറയുന്നത്, നിശാന്തത എന്ന് പറഞ്ഞാൽ ഇനി എന്താ ഈ സിറോഫ്താൽമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം നേത്രാവരണവും കോർണിയയും വരണ്ട് പോകുന്ന അവസ്ഥയാണത്. അപ്പോൾ ഇത് രണ്ടും ചോദ്യം. വിറ്റാമിൻ എ എന്ന് പറയുന്നതിൻ്റെ കുറവ് കാരണം, വിറ്റാമിൻ എയുടെ കുറവ് കാരണം എന്തൊക്കെയാണ്? നിശാന്തതയും സിറോഫ്താൽമിയ ഉണ്ടാകുന്നു. സിറോഫ്താൽമിയ എന്ന് പറഞ്ഞൊന്നുമില്ല. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അധാര്യമാകുന്ന അവസ്ഥയാണ് ഇത്. സിറോഫ്താൽമിയ എന്ന അവസ്ഥയിലും തുടർന്ന് അന്ധതയിലേക്ക് നയിക്കുന്നു. ഓർത്തിരിക്കുക. ഇനി എന്താ ഈ വർണ്ണാന്ധത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ചുവപ്പ്, പച്ച, നീല എന്നീ വർണ്ണങ്ങൾ തിരിച്ചറിയാനുള്ള കോൺകോശങ്ങളാണ് നമുക്കറിയാം ചുവപ്പ്, പച്ച, നീല എന്നീ വർണ്ണങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്നത്. അപ്പോൾ ഈ കോൺകോശങ്ങളുടെ തകരാറ് മൂലം നമുക്ക് ഈ പച്ച, ചുവപ്പ്, നീലം തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ ഉണ്ട്. അപ്പോൾ കോൺകോശങ്ങളുമായി ബന്ധപ്പെട്ടതാണ് എന്താ? വർണ്ണാന്ധത. ഓർത്തിരിക്കുക. വർണ്ണാന്ധതയുള്ളവരെ സൈന്യത്തിലോ ഡ്രൈവർ, പൈലറ്റ് ജോലിയിലോ തിരഞ്ഞെടുക്കാറില്ല. ഇനി എന്താണ് ഗ്ലോക്കോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കണ്ണിന് 2 അറകളുണ്ട്. അക്വസ് അറയും വിട്രസ് അറയും. അക്വസ് അറ എവിടെയാണ്? കോർണിയയ്ക്ക് ലെൻസിനിടയിലാണ്. ഈ കണ്ണിലെ കലകൾക്ക് പോഷണം നൽകുന്ന ദ്രവമാണല്ലോ അക്വസ് അറ. അതൊരു വെള്ളം പോലെയുള്ളൊരു ദ്രവമാണ്. എവിടെ നിന്നാണ്? രക്തത്തിൽ നിന്ന് വന്ന് രക്തത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന സംഗതിയാണ്. അക്വസ് ദ്രവത്തിൻ്റെ പുനരാഗിരണം നടക്കാതെ വരുമ്പോൾ കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്നു. റെറ്റിനയ്ക്കും പ്രകാശഗ്രാഹി കോശങ്ങൾക്ക് നാശമുണ്ടാകുന്നു. അന്ധതയിലേക്ക് ഈ ഒരു രോഗമാണ് ഗ്ലോക്കോമ. ലേസർ ശസ്ത്രക്രിയയിലൂടെ ഈ അവസ്ഥ പരിഹരിക്കാവുന്നതാണ്. അപ്പോൾ ഗ്ലോക്കോമ അക്വസ് ദ്രവം കാരണമാണ് ഉണ്ടാകുന്നത്. ഇനി എന്താ തിമിരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കണ്ണിലെ ലെൻസിലെ അധാര്യമാകുന്ന മൂലം കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥയാണെന്ത്? ഈ കാറ്റാർട്ട് അല്ലെങ്കിൽ ലെൻസ് മാറ്റിവെക്കലാണ് ഇതിന് പരിഹാരം. സ്വതി. ഇനി ചെങ്കണ്ണ് എന്ന് പറഞ്ഞ സംഗതി എന്ന് പറഞ്ഞാൽ കഞ്ചൻറ്റൈവയെ ബാധിക്കുന്ന അണുബാധയാണത്. കഞ്ചൻറ്റൈവ എന്ന് പറഞ്ഞാൽ കോർണിയ ഒഴികെയുള്ള ഭാഗങ്ങളെ ദൃഢപടലത്തിൻ്റെ ഫ്രണ്ട് പോർഷനെ കവർ ചെയ്യുന്ന, കോർണിയ ഒഴികെയുള്ള ഭാഗങ്ങളെ കവർ ചെയ്യുന്നതാണ് കഞ്ചൻറ്റൈവ. അപ്പോൾ കഞ്ചൻറ്റൈവയെ ബാധിക്കുന്ന അണുബാധയാണെന്ത്? ഈ കഞ്ചൻറ്റൈവിറ്റീസ്. അപ്പോൾ ബാക്ടീരിയ, വൈറസ് തുടങ്ങിയവയാണ് രോഗകാരികൾ. സ്പർശനത്തിലൂടെയും മറ്റുമാണ് ഈ രോഗം പകർന്നത്. ശുചിത്വം പാലിക്കുന്നതിലൂടെ പരിധിവരെ നമുക്ക് തടയാം. ഇനി എന്താണ് ഈ കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം എന്ന സംഗതി? സെൽഫോൺ, കമ്പ്യൂട്ടർ, ടാബ്ലറ്റ് തുടങ്ങിയ ഉപകരണം തുടർച്ചയായി ഉപയോഗിക്കുന്ന മൂലം കണ്ണിനുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം. ഇത്തരം ഉപകരണങ്ങളുടെ സ്ഥിരമായ ഉപയോഗം ഫോക്കസ് ചെയ്യാനുള്ള കണ്ണിൻ്റെ കഴിവിനെ ബാധിക്കുന്നു. തലവേദനയാണ് ഇതിൻ്റെ മുഖ്യ ലക്ഷണം. കണ്ണ് വരളുക, കണ്ണിന് അമിത സമ്മർദ്ദം അനുഭവപ്പെടുകയും അനുബന്ധ ലക്ഷണങ്ങളാണ്. ഈ കണ്ണിൻ്റെ ആരോഗ്യ സംരക്ഷണം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു സംഗതിയാണ്. വിറ്റാമിൻ അടങ്ങിയ ഭക്ഷണവസ്തുക്കൾ കഴിക്കുക. അതുപോലെ തന്നെ മൊബൈൽ, കമ്പ്യൂട്ടർ എന്നിവയിൽ അമിത ഉപയോഗം കമ്മിയാക്കുക. അതൊക്കെ നമുക്ക് കണ്ണിൻ്റെ ഒരു സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ചെവി എന്ന് പറയുന്നത് അടുത്തൊരു ഇന്ദ്രിയമാണ് ചെവി. ചെവിയുടെ ശബ്ദഗ്രാഹികൾ നമുക്കറിയാം. ചെവിക്ക് നമുക്ക് 3 ലെയർ ഉണ്ട്. ബാഹ്യകർണം, പുറത്ത് കർണം, മധ്യകർണം, ആന്തരകർണം. ബാഹ്യകർണത്തിലുള്ള ഭാഗങ്ങളാണ് ഇതൊക്കെ. ചെവിക്കുട, ചെവിക്കുട, അതുപോലെ തന്നെ ചെവിക്കുട അല്ലെങ്കിൽ പിന്നെ ഓഡിറ്ററി കനാൽ, അതുപോലെ തന്നെ ടിംപാനം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? അതിന് മധ്യകർണത്തിലാണ് നമുക്ക് ആ ഒരു 3 അസ്ഥികൾ കാണപ്പെടുന്നത്. മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്. ആന്തരകർണത്തിലാണ് നമുക്ക് കോക്ലിയ എന്ന് പറയുന്ന കേൾക്കാൻ സഹായിക്കുന്ന കോക്ലിയും വെസ്റ്റിബ്യൂളും അതുപോലെ തന്നെ അർദ്ധവൃദ്ധാകാര കുഴൽ. ആ അർദ്ധവൃദ്ധാകുഴലും വെസ്റ്റിബ്യൂളും എന്തിനാണ് സഹായിക്കുന്നത്? തുലനാവസ്ഥ ക്രമീകരിക്കുന്നു. ഈ മധ്യകർണത്തിൽ നിന്ന് ഗ്രസിനിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു യൂസ്റ്റേഷ്യൻ നാളി ഉണ്ട്. ഇതൊക്കെയാണ് ചെവിയുടെ മൂന്ന് ഭാഗങ്ങൾ: ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം. ഇനി എന്താണ് ബാഹ്യകർണം അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഇയർ എന്ന് പറഞ്ഞാൽ? ബാഹ്യകർണം അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഇയറിൽ ചെവിക്കുട, അതുപോലെ തന്നെ കർണ്ണനാളം, കർണ്ണപടം. ഈ 3 കാര്യങ്ങളാണ്: ചെവിക്കുട, കർണ്ണനാളം, കർണ്ണപടം. ചെവിക്കുട എന്ന് പറഞ്ഞാൽ പിന്നെ ശബ്ദതരംഗങ്ങളെ കർണ്ണനാളത്തിലേക്ക് നയിക്കുന്നത് ഈ ചെവിക്കുടയാണ്. ഇനി കർണ്ണനാളം എന്ന് പറഞ്ഞാൽ, കർണ്ണനാളം ഓഡിറ്ററി കനാൽ എന്ന് പറഞ്ഞാൽ ശബ്ദതരംഗങ്ങളെ കർണ്ണപടത്തിലേക്ക് നയിക്കുന്നു. കർണ്ണനാളത്തിലെ രോഗങ്ങൾ, കർണ്ണമെഴുക എന്നിവ പൊടിപടലങ്ങൾ, രോഗാണുക്കൾ പ്രവേശിക്കാൻ തടയുന്നു. അപ്പോൾ ചെവിക്കുട പിന്നെ എന്ന് പറയുന്നു. കർണ്ണനാളം എന്ന് പറയുന്നത് കർണ്ണനാളം ഓഡിറ്ററി കനാൽ എന്നറിയപ്പെടുന്ന ശബ്ദതരംഗങ്ങളെ കർണ്ണപടത്തിലേക്ക് നയിക്കുന്നു. കർണ്ണനാളത്തിലെ രോഗങ്ങൾ എന്താ സംഭവിക്കുന്നത്? കർണ്ണമെഴുക എന്നിവ പൊടിപടലങ്ങളും രോഗാണുക്കളും പ്രവേശിക്കുന്നു, തടയുന്നു. ഇനി കർണ്ണപടം, ടിംപാനം എന്ന് പറഞ്ഞാൽ മധ്യകർണത്തെ, ഇതിൻ്റെ അടുത്ത് തൊട്ട മധ്യകർണമാണ്. മധ്യകർണത്തിൽ എന്താ പറയുക, ഈ മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ് എന്ന് പറയുന്ന അസ്ഥികളുണ്ട്. അപ്പോൾ ഈ മധ്യകർണത്തെ ബാഹ്യകർണത്തിൽ നിന്നും വേർതിരിക്കുന്നത് വൃത്താകാരത്തിലുള്ള നേർത്ത സ്ഥലം ശബ്ദതരംഗങ്ങൾക്കനുസരിച്ച് കമ്പനം ചെയ്യുന്നു. ഓർത്തിരിക്കുക. ഇനി ചെവിക്കുടയുടെ ധർമ്മം നമ്മൾ പറഞ്ഞു. ഇനി മധ്യകർണത്തിൽ കാണപ്പെടുന്നതാണ് ഈ അസ്ഥി ശൃംഖലകൾ. ഏതൊക്കെയാണ്? മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്. സ്റ്റേപ്പിസിൻ്റെ കുതിരക്കാരൻ്റെ പാദധാര പോലെ, അതുപോലെ തന്നെ ഇൻകസ് എന്ന സംഗതി മാലിയസ് കുടക്കല്ല, ഇൻകസ് എന്ന സംഗതി ഈ ഹാമർ പോലെ എന്നൊക്കെ നമുക്കറിയാം ഓരോന്നിൻ്റെ ഷേപ്പ്. ഇപ്പോൾ അസ്ഥി ശൃംഖല കർണ്ണപടത്തിൻ്റെ കമ്പനങ്ങളെ വർദ്ധിപ്പിച്ച് ആന്തരകർണത്തിലേക്ക് എത്തിക്കുന്ന ഏറ്റവും ചെറിയ അസ്ഥിയാണ് സ്റ്റേപ്പിസ്. യൂസ്റ്റേഷ്യൻ നാളി എന്ന് പറഞ്ഞാൽ മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്നു. കർണ്ണപടം എന്ന് പറഞ്ഞാൽ ഈ ടിംപാനം, കർണ്ണപടത്തിൻ്റെ ഇരുവശത്തുമുള്ള മർദ്ദം ക്രമീകരിക്കുന്നു. ആരാണ്? ഈ ഒരു യൂസ്റ്റേഷ്യൻ
നാളിയാണ് യൂസ്റ്റേഷ്യൻ നാളിയാണ് ഓർത്തിരിക്കുക. ഓക്കെ, യൂസ്റ്റേഷ്യൻ നാളിയാണ്. അപ്പോൾ അസ്ഥി ശൃംഖല കാണപ്പെടുന്ന മധ്യകർണത്തിലാണ്. ഇനി ആന്തരകർണത്തിൽ കാണപ്പെടുന്ന എന്താണ്? കോക്ലിയ, അതുപോലെ തന്നെ വെസ്റ്റിബ്യൂൾ, അതുപോലെ തന്നെ എന്താണ് വെസ്റ്റിബ്യൂൾ, അർദ്ധവൃദ്ധാകാരക്കുഴലൊക്കെ. ഓക്കെ, ആന്തരകർണം സ്ഥിതി ചെയ്യുന്നത് തലയോടിയിലെ അസ്ഥി നിർമ്മിതമായ അറയ്ക്കുള്ളിലാണ് ബോണി ലാംബ്രിന്ത്. ഈ അസ്ഥി അറയ്ക്കുള്ളിൽ സ്ഥിര നിർമ്മിതമുള്ള അറകളും ഉണ്ട്. സ്ഥിര അറയ്ക്കുള്ളിൽ എൻഡോലിംഫ് എന്ന ദ്രവവും, സ്ഥിരം അറയ്ക്ക് പുറത്ത് അല്ലെങ്കിൽ അസ്ഥി അറയ്ക്കുമിടയിൽ പെരിലിംഫ്. അപ്പോൾ എൻഡോലിംഫ് ഉള്ളിലാണ്, പെരിലിംഫ് ഉണ്ട് എന്ന ദ്രാവകം നിറയുന്നു. അർദ്ധവൃദ്ധാകാരക്കുഴൽ, വെസ്റ്റിബ്യൂൾ, കോക്ലിയ എന്നിവയാണ് ആന്തരകർണത്തിൻ്റെ മുഖ്യഭാഗങ്ങൾ. ഏതൊക്കെയാണ് ആന്തരകർണത്തിലെ മുഖ്യഭാഗങ്ങൾ? എന്താണ്? അർദ്ധവൃദ്ധാകാരക്കുഴൽ, അതുപോലെ തന്നെ വെസ്റ്റിബ്യൂൾ, അതുപോലെ കോക്ലിയ എന്നിവയാണ് ആന്തരകർണത്തിൻ്റെ മുഖ്യഭാഗങ്ങൾ. അർദ്ധവൃദ്ധാകാരക്കുഴലുകൾ വെസ്റ്റിബ്യൂളും ശരീര തുലന നില പാലിക്കുന്നതിന് കോക്ലിയ കേൾവിക്കും സഹായിക്കുന്നു. അപ്പോൾ ഈ അർദ്ധവൃദ്ധാകാരക്കുഴൽ എന്തിനാണ് സഹായിക്കുന്നത്? അർദ്ധവൃദ്ധാകാരക്കുഴൽ എന്ന് പറഞ്ഞാൽ എന്തിനാണ് സഹായിക്കുന്നത്? അത് എന്താ പറയുക, ഈ ഒരു തുലന നിലയ്ക്ക് സഹായിക്കുന്നത് ഈ അർദ്ധവൃദ്ധാകാരക്കുഴലാണ്. അതുപോലെ തന്നെ പിന്നെന്താണ്, ഈ ഒരു എന്താ പറയുക, ഈ ഒരു അർദ്ധവൃദ്ധാകാരക്കുഴൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ കോക്ലിയ എന്ന് പറഞ്ഞ സംഗതി ഒക്കെ കേൾവിക്കും സഹായിക്കുന്നു. ഓർത്തിരിക്കുക, കേൾവിക്കും സഹായിക്കുന്നത് ഇതാണ്. ഓക്കെ, ഇതാണ് ഈ ഒരു ഇൻറ്റേർണൽ ഇയർ അല്ലെങ്കിൽ ഈ ഒരു ഉള്ളിലുള്ള ചെവി. ഓക്കെ, ഇൻറ്റേർണൽ ഇയറിൻ്റെ ഭാഗങ്ങൾ ഇതൊക്കെയാണ് ഓർത്തിരിക്കുക. അപ്പോൾ ഒന്നും കൂടി പറയാം. ആന്തരകർണം സ്ഥിതി ചെയ്യുന്നത് തലയോടിയിലെ അസ്ഥി നിർമ്മിതമായ അറയ്ക്കുള്ളിലാണ്. ഓക്കെ, ബോണി ലാംബ്രിന്ത്. ഈ അസ്ഥി അറയ്ക്കുള്ളിൽ സ്ഥിര നിർമ്മിതമായ അറകളുമുണ്ട്. എന്നാൽ സ്ഥരനിർമ്മിത, ഈ അസ്ഥി അറയ്ക്കുള്ളിൽ സ്ഥരനിർമ്മിതമായ അറകളുണ്ട്. ഈ സ്ഥര അറയ്ക്കുള്ളിൽ എന്ന് പറഞ്ഞാൽ എൻഡോലിംഫ് ഉണ്ട് എന്ന ദ്രവവും, സ്ഥര അറയ്ക്കും അസ്ഥിക്കുമിടയിൽ പെരിലിംഫ് എന്ന് പറയുന്ന ദ്രവവുമുണ്ട്. ഓക്കെ, അർദ്ധവൃദ്ധാകാരക്കുഴൽ, വെസ്റ്റിബ്യൂൾ, കോക്ലിയ എന്നിവയാണ് ആന്തരകർണത്തിൻ്റെ മുഖ്യഭാഗങ്ങൾ. അർദ്ധവൃദ്ധാകാരക്കുഴലുകളും വെസ്റ്റിബ്യൂളും ശരീരത്തുലനയ്ക്കും പാലിക്കുന്നതും കോക്ലിയ കേൾവിക്കും സഹായിക്കുന്നു. ഓക്കെ, അപ്പോൾ നോക്കതിന് മുമ്പ് നമ്മൾ പറഞ്ഞ കാര്യത്രയേ ഉള്ളൂ. ഈ അസ്ഥി ശൃംഖല കർണപടത്തിൻ്റെ കമ്പനങ്ങളെ, ഈ കർണപടം എന്ന് പറഞ്ഞാൽ ഔട്ടർ ഇയർ, പുറത്തെ ഇയറിൻ്റെ ഏറ്റവും ഉള്ളിലുള്ള ഒരു ടിമ്പാനം, ആ കർണപടത്തിൻ്റെ കമ്പനങ്ങളെ വർദ്ധിപ്പിച്ച് ആന്തരകർണത്തിൽ ഇന്നറിലേക്ക് കടത്തുന്ന ഈ അസ്ഥി ശൃംഖലയാണ്. ഇനി ഈ യൂസ്റ്റേഷൻ നാളി എന്താണ്? മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്നു. കർണപടത്തിൻ്റെ ഇരുവശത്തുമുള്ള മർദ്ദം ക്രമീകരിക്കുന്ന യൂസ്റ്റേഷൻ നാളിയാണ്. അതൊക്കെ ചോദ്യങ്ങൾ എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് രീതിയിൽ വരാം. പഠിക്കുക. മാലിയസ് ഇൻകസ് സ്റ്റേപ്പീസ് ഓർത്തിരിക്കുക. ഇനി ഓവൽ വിൻഡോ, അതിൻ്റെ റൗണ്ട് വിൻഡോ എന്താണ്? സ്റ്റേപ്പിസിനോട് ചേർന്നിരിക്കുന്ന സ്ഥലം അസ്ഥി ശൃംഖലയിലെ കമ്പനം ആന്തരകർണത്തിലേക്ക് വ്യാപിപ്പിക്കുന്നത് ആരാണ്? ഈ ഓവൽ വിൻഡോയാണ്. റൗണ്ട് വിൻഡോ എന്ന് പറഞ്ഞാൽ റൗണ്ടിൻ്റെ ഇപ്പുറത്തറ്റം. കോക്ലിയയ്ക്ക് അകത്തുള്ള ദ്രവത്തിൻ്റെ ചലനത്തെ സഹായിക്കുന്നത് എന്താണ്? റൗണ്ട് വിൻഡോ. അപ്പോൾ കോക്ലിയ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെവി കേൾക്കാൻ സഹായിക്കുന്ന ഈ കോക്ലിയാണ്. അപ്പോൾ കോക്ലിയയ്ക്ക് അകത്തുള്ള ദ്രവത്തിൻ്റെ ചലനത്തെ സഹായിക്കുന്നവരാണ് റൗണ്ട് വിൻഡോയാണ്. ഓവൽ വിൻഡോ എന്ന് പറഞ്ഞാൽ സ്റ്റേപ്പിസിനോട് അടുത്ത് ചേർന്നിരിക്കുന്ന സ്ഥലമാണ്. അസ്ഥി ശൃംഖലയുടെ കമ്പനം ആന്തരകർണത്തിലേക്ക് കടത്തുന്ന ആരാണ്? ഈ ഓവൽ വിൻഡോയാണ്. റൗണ്ട് വിൻഡോയോടെയാണ് കോക്ലിയയിലേക്ക് കടത്തുന്നു. ഓർത്തിരിക്കുക. ഇനി എന്താണ്? ഒച്ചിൻ്റെ തോട് പോലെ ചുരുണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ് കോക്ലിയ, ഇന്നർ ഇയറിൽ. ഇതിന് 3 അറകളുണ്ട്. മധ്യ അറയെയും താഴത്തെ അറയെയും തമ്മിൽ വേർതിരിക്കുന്ന ബേസിലാർ സ്ഥലത്തിൽ കാണപ്പെടുന്ന സവിശേഷ കോശങ്ങളാണ് ശബ്ദഗ്രാഹികളായി പ്രവർത്തിക്കുന്നത്. ബേസിലാർ സ്ഥലവും രോമകോശങ്ങളും ചേർന്നാണ് ഓർഗൻ ഓഫ് കോർട്ടി. അപ്പോൾ ഈ കോക്ലിക്ക് 3 അറകളുണ്ട്. ഇതിൽ 3 അറകളുണ്ട്. മധ്യ അറ, അതുപോലെ തന്നെ മധ്യ അറയെയും താഴത്തെ അറയെയും തമ്മിൽ വേർതിരിക്കുന്ന ബേസിലാർ മധ്യ അറ. ഇതിൽ 3 അറകളുണ്ട്. മധ്യ അറയെയും താഴത്തെ അറയെയും തമ്മിൽ വേർതിരിക്കുന്ന ബേസിലാർ സ്ഥലത്തിൽ കാണപ്പെടുന്ന സവിശേഷ രോമകോശങ്ങളാണ് ശബ്ദഗ്രാഹികളായിട്ട് പ്രവർത്തിക്കുന്നത്. ഇതിനെന്താണ്? ഓർഗൻ ഓഫ് കോർട്ടി എന്നറിയപ്പെടുന്നു. ഓക്കെ, ഓർത്തിരിക്കുക. ഇത്രയും ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ചെവിയിൽ ഒരു എന്ത് സാധിക്കുന്നത്? ഒരു ചെവി കേൾക്കാൻ നമുക്ക് സഹായിക്കുന്നത്. തുലന പാലിക്കുന്ന ചെവി സഹായിക്കുന്ന ആരൊക്കെയാണ്? നമ്മൾ പറഞ്ഞു എന്താണ്? അർദ്ധവൃദ്ധാകാരക്കുഴലും വെസ്റ്റിബ്യൂളാണ്. അപ്പോൾ അർദ്ധവൃദ്ധാകാരക്കുഴലിലെ രോമകോശങ്ങൾ, അർദ്ധവൃദ്ധാകാരക്കുഴലിലെ വെസ്റ്റിബ്യൂൾ. ഓക്കെ, അപ്പോൾ ശരീരത്തുലന പാലിക്കുന്ന തലയിലെ ചലനത്തെ ആസ്പദമാക്കിയാണ് തലയിലെ ചലനങ്ങൾ ആന്തരകർണത്തിലും വെസ്റ്റിബ്യൂളിലും അർദ്ധവൃദ്ധാകാരക്കുഴലിലും ഉള്ള എൻഡോലിംഫിൽ ചലനമുണ്ടാക്കുന്നു. അപ്പോൾ ശരീരത്തുലന പാലിക്കുന്നതിന് തലയുടെ ചലനത്തെ ആസ്പദമാക്കിയാണ് തലയുടെ ചലനങ്ങൾ ആന്തരകർണത്തിലെ വെസ്റ്റിബ്യൂളിലും അർദ്ധവൃദ്ധാകാരക്കുഴലിലും ഉള്ള എൻഡോലിംഫിൽ ചലനമുണ്ടാക്കുന്നു. ഇത് അവയിൽ രോമകോശങ്ങളെ ചലിപ്പിച്ച് ആവയങ്ങൾ ഉണ്ടാക്കുന്നു. ഈ ആവയങ്ങൾ വെസ്റ്റിബ്യുലാർ നാഡി വഴി സെറിബെല്ലം. അപ്പോൾ നമുക്കറിയാം നമ്മുടെ തുലന നില ഒക്കെ പരിപാലിക്കുന്ന സെറിബെല്ലമാണ്. ഓക്കെ, അപ്പോൾ സെറിബെല്ലത്തിലെത്തി ശരീരത്തുലന പരിപാലിക്കുന്നു. അപ്പോൾ മനസ്സിലാക്കുക. ഇതൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, അടുത്ത ശ്രവണശക്തി. ചെവിയുടെ ഘടനാപരമായ തകരാറുകളോ രോഗങ്ങളോ ബധിരതയ്ക്കുള്ള കാരണങ്ങളോ ഇവ പരിഹരിക്കാനുള്ള വിവിധ ചികിത്സാ മാർഗ്ഗങ്ങൾ ശ്രവണ സഹായികളായിട്ട് ഇതുണ്ട്. ചെവിക്കുള്ളിലോ ഘടിപ്പിക്കുന്ന ചെറിയ ഇലക്ട്രോണിക് ഉപകരണമാണ്
കേൾവി തകരാർ ഉള്ളവർക്കും സമൂഹത്തിലെ മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്ന ശ്രവണ സഹായികൾ അനുഗ്രഹമാണ്. ഇനി രുചി അറിയാൻ, അടുത്താണ് രുചി, നാക്കിൻ്റെ. നമുക്ക് നാവിൻ്റെ മുകളിൽ അതുപോലെ നമുക്ക് സ്വാദുമുകളങ്ങൾ കാണാം. അതിനെ പാപ്പില്ല എന്നറിയപ്പെടുന്നു. വായ്ക്കുള്ളിലെ നാക്കിലുമുള്ള രാസഗ്രാഹികൾ അല്ലെങ്കിൽ കീമോ റിസെപ്റ്റേഴ്സാണ് രുചി അറിയാൻ സഹായിക്കുന്നത്. ഇവ കൂടുതലുമുള്ളത് നാക്കിൻ്റെ ഉപരിതലത്തിലാണ്. നാക്കിൻ്റെ ഉപരിതലത്തിൽ ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങളാണ് പാപ്പില്ലകൾ. പാപ്പില്ലകളിൽ കാണപ്പെടുന്ന രുചി അറിയുന്ന ഭാഗങ്ങളുണ്ട്. അപ്പോൾ ഏറ്റവും അറ്റത്ത് എന്താണ്? ഓക്കെ 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 എന്താ പറയുക, മധുരം, ഓക്കെ ഉപ്പ്, പുളി, കയ്പ്പ്. ഇതവിടെയാണ് കയ്പ്പ്, മറ്റേ മധുരം. ഏറ്റവും അറ്റത്ത് മധുരമാണ്. മധുരം, ഉപ്പ്. ഈ രണ്ട് സൈഡിലും ഉപ്പാണ്. ഉപ്പ്, മധുരം, ഉപ്പ്. ഇവിടെയാണ് പുളി, ഇവിടെ പുളി. ഏറ്റവും അറ്റത്ത് കയ്പ്പ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഭാഗമുണ്ട്. നാക്കിൻ്റെ ഏറ്റവും അറ്റത്ത് മധുരമാണ്, രണ്ട് സൈഡിലും ഉപ്പ്, പുളി, ഓക്കെ കയ്പ്പ്. ഓക്കെ, അപ്പോൾ ഇതാണ് ടേസ്റ്റ് ബഡ്സ് ആണ് പാപ്പിലകൾ. പാപ്പിലകളുടെ മുകളിൽ കാണപ്പെടുന്ന രുചി അറിയുന്ന ഭാഗങ്ങളാണ് സ്വാദുമുകൾ ടേസ്റ്റ് ബഡ്സ്. മധുരം, ഓക്കെ ഉപ്പ്, പുളി, കയ്പ്പ്. ഓക്കെ, ഉമാമി തുടങ്ങിയ രുചികളാൽ ഉദ്ദീപിക്കപ്പെടുന്ന സ്വാദുമുകളാണ് നമുക്കുള്ളത്. അപ്പോൾ ഉമാമി എന്ന് പറഞ്ഞ സംഗതി എന്താണ്? ഉമാമി എന്ന് പറഞ്ഞ സംഗതി ജപ്പാനീസ് ഭാഷയിൽ സന്തോഷകരമായിട്ടുള്ളത് എന്നർത്ഥം വരുന്ന പദമാണ് ഉമാമി. പാല്, മാംസം, കടൽ വിഭവങ്ങൾ, കൂൺ എന്നീ ഭക്ഷണപദാർത്ഥങ്ങൾ ഉമാമി രുചിയിലുണ്ട്. ഒലിയോഗസ്റ്റസ് എന്ന പേരിൽ ആറാമതും ഒരു രുചി കാണപ്പെട്ടിട്ടുണ്ട്. ഇത് കൊഴുപ്പിൻ്റെ രുചിയാണ്. ഒലിയോഗസ്റ്റസ് ഒക്കെ ഓർത്തിരിക്കുക. ഓക്കെ, ഇനി എന്താണ്? ഗന്ധമറിയാൻ മൂക്കിൽ നമുക്ക് മണക്ക് കിട്ടുന്ന ഈ മൂക്ക് വഴിയാണ്. അപ്പോൾ ഗന്ധ നാഡി, ശ്ലേഷ്മഗ്രന്ഥികൾ, ഗ്രന്ഥഗ്രാഹികൾ, നാസാഗൃഹം, ഗന്ധഗ്രാഹികൾ, ശ്ലേഷ്മം. ഓക്കെ, എന്താണ് പറയുന്നത്? ഓക്കെ, മൂക്കാണ് നമുക്കതിന് സഹായിക്കുന്നത്. ഇനി ത്വക്കിലെ ഗ്രാഹികൾ എന്തൊക്കെയാണ്? ബോൾ പോയിൻ്റ് പേനയുടെ 2 റീഫിലുകൾ. അപ്പോൾ കാഴ്ചയില്ലാത്തവർക്ക് വിരൽ തുമ്പ് കൊണ്ട് ബ്രെയിൽ ലിപി വായിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടപ്പോൾ. അപ്പോൾ കാഴ്ചയില്ലാത്തവർക്ക് സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഏതൊക്കെയാണ്? ബ്രെയിൽ ലിപി, അതുപോലെ തന്നെ വൈറ്റ് കെയിൻ, അതുപോലെ തന്നെ ടോക്കിംഗ് വാച്ച്, ടാക്റ്റൈൽ വാച്ച്. ഇതൊക്കെ ഈ കണ്ണ് കാണാത്തവർക്ക് സഹായിക്കുന്ന സംഗതികൾ കേട്ടോ. ഇനി ഏറ്റവും വലിയ അവയവം ഇതാണ്. നമ്മുടെ ത്വക്കാണ് ഏറ്റവും വലിയ അവയവം എന്ന് പറയുന്നത്, അല്ലേ? ഇനി എന്താണ്? അപ്പോൾ സ്പർശഗ്രാഹി, മർദ്ദഗ്രാഹി, ചൂടുഗ്രാഹി, തണുപ്പുഗ്രാഹി, വേദനഗ്രാഹി, ഇങ്ങനെയുള്ള പല സംഗതികളുണ്ട്. കാഴ്ചയില്ലാത്ത വിരൽത്തുമ്പുണ്ട്. അപ്പോൾ വിരൽത്തുമ്പ് കൊണ്ട് ബ്രെയിൽ ലിപി വായിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതിനനുസരിക്കുന്ന അല്ലെങ്കിൽ ഇതിന് സഹായിക്കുന്ന സ്പർശഗ്രാഹികൾ ത്വക്കിൽ ഒരേപോലെ എല്ലായിടത്തും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി എന്താണ്? ബ്രെയിൽ ലിപിയെക്കുറിച്ച് നമുക്ക് മനസ്സിലായി. കണ്ണ് കാണാത്തവർക്ക് സഹായിക്കുന്ന സംഗതിയാണ്. വിവിധ ജീവികളിലെ ഗ്രാഹികൾ. എല്ലാ ജീവികളിലും ചുറ്റുപാടിനെ അറിയുന്ന സംവിധാനങ്ങളുണ്ട്. വിവിധ ജീവിയിലെ ഗ്രാഹികൾ എന്തൊക്കെയാണ്? ഐ സ്പോട്ട് എവിടെയാണ്? പ്ലനേറിയയിൽ ഓക്കെ പ്രകാശം തിരിച്ചറിയാൻ സഹായിക്കുന്ന ഇതാണ് ചോദ്യം വന്നിട്ടുണ്ട്. പ്ലനേറിയയിൽ പ്രകാശം തിരിച്ചറിയാൻ ഐ സ്പോട്ടാണ്. ഓക്കെ, ഇനി ഈച്ചയിലെ ഒമറ്റിഡിയ, ആയിരക്കണക്കിന് ചെറിയ കണ്ണുകൾ ചേർന്ന് രൂപപ്പെടുന്നു. ഒമറ്റിഡിയ ധാരാളം പ്രകാശഗ്രാഹികൾ സംവിധാനങ്ങൾ കൂടി ചേർന്നാണ് ഷഡ്പദങ്ങൾ. ഒമറ്റിഡിയ. ഈ പാർശ്വവരയുടെ ലെറ്റർ ലൈൻ എവിടെയാണ്? അത് സ്രാവിലാണ്. സ്രാവ്. ശരീരത്തിലെ ഇരുവശങ്ങളിലുമുള്ള പാർശ്വ തുലന നിലയിലുള്ള മാറ്റം തിരിച്ചറിയാനുള്ള ഗ്രാഹികളാണത് സ്രാവിൻ്റെ. ഇനി ജാക്കബ്സൺ ഓർഗൻ എന്ന് പറഞ്ഞാൽ പാമ്പിൻ്റെ നാക്കിൽ പറ്റിപ്പിടിക്കുന്ന ഗന്ധകണികകൾ വായുടെ മുകളിലെത്തുള്ള ജാക്കബ്സൺ ഓർഗനിലൂടെ എത്തുന്നു. അപ്പോൾ അവിടെയുള്ള ഗന്ധഗ്രാഹികൾ, അപ്പോൾ മണം തിരിച്ചറിയാൻ നാക്കിങ്ങനെ പുറത്തേക്കിടുന്ന ആര്? ഈ ഒരു പാമ്പ്. അപ്പോൾ ജാക്കബ്സൺ ഓർഗൻ പാമ്പിലാണ്. ജീവികൾക്ക് ചുറ്റുമായിട്ട് തിരിച്ചറിയാൻ കഴിയുന്ന ജ്ഞാനേന്ദ്രിയങ്ങളിലെ ഗ്രാഹികളുടെ സഹായത്താൽ മനസ്സിലായി ജീവിതാവശ്യങ്ങൾ നിറവേറ്റാൻ ഈ ഭൂമുഖത്ത് നിലനിൽക്കാനും ജീവികൾക്ക് ഇതുവഴി സാധിക്കുന്നു. അപ്പോൾ വളരെ വലിയൊരു ചാപ്റ്റർ 10ാം ക്ലാസ്സിലെ ജ്ഞാനേന്ദ്രിയങ്ങളെപ്പറ്റി പറയുന്ന ഒരു 10ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്റർ, ബയോളജിയിലെ 2ാം ചാപ്റ്റർ നോക്കിയത്. ചോദ്യങ്ങൾ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. പഠിക്കുക, മനസ്സിലാക്കുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത്, നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു CRT ചാപ്റ്ററുമായി കാണാം. താങ്ക് യു.